എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്നോളും തിരുവനന്തപുരത്തെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും എന്നുള്ള ഒരു കോൺഫിഡൻസ് 4 വർഷത്തോളമായി ഇതിനെപ്പറ്റി ചർച്ച തുടങ്ങുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ മെട്രോ വരും എന്നൊക്കെ പറഞ്ഞു. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹം മുതലെടുത്ത് അണ്ടർഗ്രൗണ്ടും പിന്നെ ഓവർഗ്രൗണ്ടുമായിട്ട് ഒരു ഹൈബ്രിഡ് മോഡൽ മെട്രോ ചെയ്യാറുണ്ട്. കണക്കുകളിൽ പിന്നെ ആക്സസ് ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ഒരു വാചകം ഇപ്പോഴും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരിക്കലും ലോകത്തൊരിടത്തും ഒരു പ്രോഫിറ്റ് മോട്ടീവോടുകൂടി ചെയ്യാറില്ല. പ്രോഫിറ്റബിൾ അല്ലതാണ്. നമസ്കാരം. ഇന്ന് നമ്മൾക്കൊപ്പമുള്ളത് ശ്രീ അനിൽകുമാർ പണ്ടാല സാറാണ്. സർ, വെൽക്കം. എനിക്ക് സാറിനോട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് മെട്രോ ഒരു സ്വപ്നമായി മാറുകയാണോ? മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, മാത്രമല്ല കുറച്ച് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും അത് അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണെന്നാണ്. ഏതാണ്ട് 4 വർഷത്തോളമായി ഇതിനെപ്പറ്റി ചർച്ച തുടങ്ങുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ മെട്രോ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഏതാണ്ട് 6 നഗരങ്ങളിൽ, തലസ്ഥാനങ്ങളല്ലാത്ത നഗരങ്ങളിൽ മെട്രോയ്ക്കുള്ള പ്രപ്പോസൽസ് കൊടുത്തു കഴിഞ്ഞു സർക്കാരിന്. അതിപ്പം ഫൈനൽ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പം അങ്ങനെ നോക്കുമ്പം തിരുവനന്തപുരത്തിന് എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പം തൽക്കാലം അതിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത് ഇത് സ്വപ്നമായി തന്നെ തുടരുകയാണെന്നുള്ളതാണ്. അതിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇത് ഇപ്പോഴും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഒരു മെട്രോയുടെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതൊന്ന് പിന്നെ അലൈൻമെന്റ് ആണ്. അതിൻ്റെ മുഖ്യമായിട്ടുള്ള അലൈൻമെന്റ് ആണ്. ഈ അലൈൻമെന്റിൽ ഒരു പൂർണ്ണ ധാരണയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പല അലൈൻമെന്റുകളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു ധാരണയിൽ എത്തിയും തോന്നുന്നില്ല. രണ്ടാമത്, ഇതുപോലുള്ള നഗരങ്ങളിൽ പ്രത്യേകിച്ചും ഈ അണ്ടുലേറ്റിംഗ് ടെറൈൻ, അതായത് കുന്നുകളും വാലികളും ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹം മുതലെടുത്ത് അണ്ടർഗ്രൗണ്ടും പിന്നെ ഓവർഗ്രൗണ്ടുമായിട്ട് ഒരു ഹൈബ്രിഡ് മോഡൽ മെട്രോ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി അത് ചിന്തിച്ചിട്ടുണ്ടെന്ന് പോലും തോന്നുന്നില്ല. മെട്രോ വേണമെന്ന് പറഞ്ഞു, ഒരു മെട്രോയ്ക്ക് പ്രപ്പോസൽ കൊടുത്തു. അതെല്ലാം റോഡിന്റെ മുകളിൽ കൂടാണ്. പലയിടത്തും അണ്ടർഗ്രൗണ്ട് എടുക്കാൻ പറ്റും. അതിന്റെ ഗുണങ്ങളെ കൺസിഡർ ചെയ്തിട്ട്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് കൺസിഡർ ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കണം. അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടേ ഉണ്ടെന്ന് തോന്നുന്നില്ല. മൂന്നാമതായിട്ടുള്ളത്, ഇത് മൊത്തത്തിലൊരു രൂപരേഖ ഉണ്ടാക്കി അതിലിപ്പോൾ നമ്മൾ ഇതെടുക്കും, രണ്ടാമത് എടുക്കും എന്നുള്ളതിനെ പറ്റി ഏത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടായിട്ടെന്നുള്ള തോന്നുന്നില്ല. ഇതിലെല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇനിയും ഇത് മെട്രോ ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരു 3-4 വർഷത്തെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും, അതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം മറിയാം എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം സ്വപ്നം തന്നെയാണ്. സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മെട്രോ കേരളത്തിന്റെ മെട്രോ എന്ന സ്വപ്നം എന്ന് വന്നപ്പോൾ ആദ്യമേ കൺസിഡറേഷനിലുള്ള ഉണ്ടായിരുന്നത് തിരുവനന്തപുരമായിരുന്നു. പക്ഷേ അത് കൊച്ചിയിലോട്ട് മാറുകയായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അത് ഈ മെട്രോ എന്നുള്ളത് അതില് സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ ജാർഗണൊന്നും ഉപയോഗിക്കുന്നില്ല, അതിനൊക്കെ ഓരോ ജാർഗൺസ് ഉണ്ട്, ഞാനത് ഉപയോഗിക്കുന്നില്ല. പിന്നെ സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മെട്രോയുടെ ഉപയോഗം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ആദ്യം. കാരണം എല്ലാ കാര്യങ്ങളിലും കേരളത്തിൻ്റെതായ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പൊങ്ങച്ചത്തിന്റെ അപ്രോച്ചാണ്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ പൊങ്ങച്ചത്തിന്റെ അപ്രോച്ച് അല്ല. സെൻട്രൽ ഗവൺമെന്റ് കുറെ കൂടെ ഉത്തരവാദിത്തമുള്ളത് കാരണം അവരത് ഇത് ആവശ്യമാണോ എന്ന് നോക്കും.
അപ്പൊ ആവശ്യമാണോ എന്ന് നോക്കാനായിട്ട് 3-4 യാർഡ് സ്റ്റിക്സ് ഉണ്ട്. ആ യാർഡ് സ്റ്റിക്സിലാണ് ഒരെണ്ണമാണ് പോപ്പുലേഷൻ. അപ്പം അടിസ്ഥാനപരമായിട്ട് പോപ്പുലേഷൻ 20 ലക്ഷം, 2 മില്യൺ, 20 ലക്ഷം ഉണ്ടെങ്കിൽ ആ നഗരത്തിന്റെ മെട്രോയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം, പരിഗണിക്കാം എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഈ 20 ലക്ഷം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ 20 ലക്ഷം ആൾക്കാരും സാധാരണ ഉള്ള ഒരു ട്രേഡിങ്ങിൽ മാത്രം ഉൾപ്പെട്ടതാണെങ്കിൽ, അഥവാ അവർക്ക് വലിയൊരു ബിസിനസ് ആക്ടിവിറ്റി ഇല്ല, കൂടുതലും പിന്നെ സർക്കാർ ഓഫീസിൽ പോയി വരുന്നതേ ഉള്ളൂ, അവരുടെ പേഴ്സണൽ വെഹിക്കിൾസിന്റെ ഓണർഷിപ്പ്, ഇതെല്ലാം പല കാര്യങ്ങളും നോക്കിയിട്ട് ഇതിന് റൈഡർഷിപ്പ് പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ റൈഡർഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് ഈ മെട്രോ വന്നാൽ അത് ഉപയോഗിക്കാനുള്ള ആൾക്കാർ കാണുമോ, അതിൽ ആൾക്കാർ യാത്ര ചെയ്യുമോ, ഇത് ലാഭമല്ലെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കുന്നത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരിക്കലും ലോകത്തൊരിടത്തും ഒരു പ്രോഫിറ്റ് മോട്ടീവോടുകൂടി ചെയ്യാറില്ല. പ്രോഫിറ്റബിൾ അല്ലതാണ്. ഒരു നല്ല ശതമാനം, 90%-ത്തിലേറെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് നഷ്ടത്തിലോ അല്ലെങ്കിൽ പരാപരമായിട്ടോ ഫങ്ഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ലാഭനഷ്ട കണക്ക് നോക്കാറില്ല. അപ്പം പിന്നെ ഇതില് റൈഡർഷിപ്പ് ഇന്നല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് കിട്ടും, ഇല്ല 5 വർഷം കൊണ്ട് കിട്ടും എന്നൊക്കെ ഉള്ള നമുക്കൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ, പിന്നെ ഇത് ആവശ്യമാണ് എന്ന് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോകും. അപ്പൊ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള 20 ലക്ഷം എന്നുള്ളതാണ്. കൊച്ചിക്ക് മെട്രോ അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് 2011 സെൻസസിന്റെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ വെളിയിൽ വന്നു. അപ്പം അത് വെച്ചിട്ടാണ്, അത് ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയൊരു കണക്കല്ല. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ഡിസ്ട്രിക്ട് തിരുവനന്തപുരമാണ്. 1506 ആൾക്കാരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ജീവിക്കുന്നത്. തിരുവനന്തപുരം നഗരമാകുമ്പം അതിന്റെ ഇരട്ടിയാണ് വരുന്നത്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡിസ്ട്രിക്റ്റിൽ തന്നെ 1506 വരുന്നത്. കൊച്ചിക്ക് ആ ഡിസ്ട്രിക്റ്റില്, ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റില് വരുന്നത് 900-ന് മുകളിലുണ്ട്. എന്തായാലും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പകുതിയും കൂടെ എടുത്താലേ തിരുവനന്തപുരം ആകൂ എന്നുള്ള ഏതാണ്ട് കണക്കാണ് അതിലുണ്ടായത്. അപ്പൊ ഇങ്ങനെ കണക്ക് നിൽക്കുമ്പോൾ ഇത് കണക്കല്ലേ, ഇതൊരു ഡേറ്റ അല്ലേ. ഇതില് പിന്നെ ഏറ്റക്കുറച്ചിലുകൾ എന്തുണ്ടായാലും ഒരു 5% ഉണ്ടാകാം, അതിൽ കൂടുതൽ വരില്ലല്ലോ. അപ്പൊ എന്തൊക്കെ ഉണ്ടായാലും ഈ ഏരിയ ഏരിയയുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 20 ലക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ അത് എന്റെ കാഴ്ചപ്പാടിലൊരു അസംബന്ധമാണ്. അത് ഈ കണക്കുകൾ പിന്നെ ആക്സസ് ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ഒരു വാചകം ഇപ്പോഴും പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് കുറച്ച് വിഷമമുള്ളത്. അപ്പോൾ അന്ന് ഇത് വന്നപ്പോൾ തിരുവനന്തപുരം നഗരം ആണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഡിസ്ട്രിക്ട്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട്. പിന്നെ ആലപ്പുഴയായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടായിരുന്നു രണ്ടാമത്, പിന്നെയാണ് കൊച്ചി വരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനായിരുന്നു മെട്രോയുടെ പ്രയോറിറ്റി. സിറ്റി കണക്കെടുത്താൽ യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കൊച്ചിയുടെ 700 ചില്ലുവാനും സ്ക്വയർ കിലോമീറ്റർ കണക്കിലെടുത്ത് അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്, അതായത് നഗരവും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളുടെ കണക്കിലെടുത്താൽ തിരുവനന്തപുരത്തിന് അതേ ഏരിയ 700 സ്ക്വയർ കിലോമീറ്റർ എടുത്താൽ തിരുവനന്തപുരത്ത് 32 ലക്ഷം ഉണ്ട്. അതിന് പറഞ്ഞിരുന്ന തിരുവനന്തപുരത്ത് 16 ഉള്ളൂ. അപ്പം ഇത് കണക്കുകള് പിന്നെ ആക്സസ് ചെയ്യാനുള്ള കഴിവില്ലാത്തവരും, അഥവാ എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്നോളും തിരുവനന്തപുരത്തെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും എന്നുള്ള ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമ്മളിത് അടിച്ചേൽപ്പിച്ചത്. തിരുവനന്തപുരത്തെ നേതാക്കള് ഇത് ചോദിച്ചു, അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പല നേതാക്കന്മാരുടെ അടുത്ത് ഞാനിത് പറഞ്ഞിട്ടുള്ളത്, തെറ്റാണ്,
ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവരൊക്കെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ക്ലോസിങ് വൺ ഐ ആൻഡ് ലുക്കിംഗ് ദി അതർ വേ എന്ന് പറയും. അതായത് കേട്ടത് കേട്ടില്ല എന്നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനായിരുന്നു തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാർ പാർട്ടി ഭേദമന്യേ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നും അതിലേക്ക് പോകരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. അപ്പൊ തീർച്ചയായിട്ടും തിരുവനന്തപുരം തന്നെയായിരുന്നു ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് വരേണ്ടത്. പോട്ടെ, അത് പോയി കൊച്ചി വന്നു, കൊച്ചിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് പാകപ്പഴകളും നല്ല അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്, അതിലൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, അത് നടന്നു പോട്ടെ. ഇനിയും തിരുവനന്തപുരത്തിന് ആളില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പുറകിലത്തെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല.